അർജുൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു വല്ലാത്തൊരു ക്ലീഷു ആയിപ്പോയത്. രസമുള്ള പടം, അങ്ങനെ ഫാമിലിക്കൊക്കെ നല്ല വർക്കാവും, രസകരമായിട്ടുണ്ട്. ഹൊററും കോമഡിയും എല്ലാം നല്ല രസമുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇൻ്റർവൽ പഞ്ചൊക്കെ സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടു. അർജുന അഷ്ടം കൊള്ളായിരുന്നു, നല്ലായിരുന്നു, നല്ല മൂവിയായിരുന്നു, ബോറൊന്നും അടിച്ചില്ല. കുഴപ്പമില്ല, നല്ല മൂവിയായിരുന്നു, വലിയ ബോറൊന്നും ഇല്ലായിരുന്നു. ഹൊററായിട്ട് അങ്ങനെ വലിയ പേടിക്കൊന്നുമില്ല. അല്ല, അത് രണ്ട് തീമാണല്ലോ, അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ്. ഡയറക്ഷൻ ഓക്കെയാണ്, കുഴപ്പമില്ല. മോശം എന്ന് തന്നെ പറയാം, കാരണം നമ്മളങ്ങനെ പറയുമ്പോൾ യുവ നടന്മാരെയൊക്കെ ആക്ഷേപിക്കുന്ന തരത്തിലായിപ്പോവും. അർജുൻ്റെ അഭിനയമൊക്കെ കൊള്ളാം, ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഒരു വല്ലാത്തൊരു ക്ലീഷു ആയിപ്പോയത്. സുമതി വളഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു പേരിനെ ബേസ് ചെയ്തിട്ടായിരുന്നല്ലോ നമ്മളെല്ലാവരും വേണ്ടത്ര എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു പേരാണ്, സുമതി വളവ് എന്നുള്ളൊരു പേരാണ്. ഒരു പ്രതീക്ഷയും നമുക്ക് തന്നിട്ടില്ല, നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു ഭാഗത്തും എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ നിരാശജനമായ കാര്യമാണ്. എടുത്തു പറയാൻ കോമഡിയൊക്കെ നല്ല വർക്കായിട്ടുണ്ട്. ഒരു ആവറേജ് പടം. മേക്കിംഗ് ഡയറക്ഷനൊക്കെ ഒരു കോമഡി ഡ്രാമ അത്ര തന്നെ. ഹൊററൊക്കെ വർക്കായിട്ടുണ്ട്, കുഴപ്പമില്ല. ഓൺ ടൈം വാച്ചബിൾ തന്നെയാണ്. നല്ല പടമായിരുന്നു, കൊള്ളാം. നല്ല പടമാണ്. കോമഡി ഉണ്ട്, ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. ഹൊററുണ്ട്. ഇല്ല, നമുക്ക് കാരണം ഓൾമോസ്റ്റ് നമ്മൾ കണ്ട് പഴകിച്ച് തന്നെയാണ്. അതിനകത്തൊരു പ്രത്യേകതയും കൊണ്ടുവരുന്നില്ല. അവിടെ കുറച്ച് കോമഡി എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. സെക്കൻഡ് ഹാഫ് എവിടെയൊക്കെ കൊണ്ടുവരാൻ ക്ലീഷുവായി മാറ്റിയത്. ഇല്ല, തിരക്കഥ വളരെ മോശമായിപ്പോയി. കാരണം എക്സ്പെഷ്യലി നമ്മൾ മാളികപ്പുറമൊക്കെ കണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് അത്രത്തോളം ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓവറോൾ ഒരു വൺ ടൈം വാച്ചബിൾ, മേ ബി ദാറ്റ്സ് ഓൾ. ബാക്കി എല്ലാവരും കണ്ടും അവരോട്